കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗത്തിന്റെ മിനിറ്റ്സ് VC ഇടപെട്ട് തിരുത്തി എന്ന ആരോപണവുമായി സിൻഡിക്കേറ്റ് അംഗങ്ങൾ. VC ഒപ്പിട്ട മിനിറ്റ്സിൽ രജിസ്ട്രാർ അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തു എന്ന് പരാമർശമുണ്ട്. എന്നാൽ യോഗത്തിൽ തയ്യാറാക്കിയ മിനിറ്റ്സിൽ സസ്പെൻഷനെക്കുറിച്ച് പരാമർശമില്ല എന്നാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ആരോപണം. MG പ്രദേശ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. പ്രദേശ്, തർക്കം നമുക്കറിയാം, അത് പുതിയ തലങ്ങളിലേക്ക് പോവുകയാണ്. ഏറ്റവും ഒടുവിൽ മിനിറ്റ്സുമായി ബന്ധപ്പെട്ട വിവാദം. പ്രദേശ് അർജിത്ത്, തീർച്ചയായും. കാരണം ഒരു തരത്തിലും തർക്കം അവസാനിപ്പിക്കുന്നില്ല എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. വീണ്ടും പുതിയ ആരോപണങ്ങൾ ഉയർന്നു വരികയാണ്. ഇന്നലെ കേരള സർവകലാശാലയിൽ സിൻഡിക്കേറ്റ് യോഗം ചേർന്നിരുന്നു. ഈ രജിസ്ട്രാർ നിയമനവുമായി ബന്ധപ്പെട്ടായിരുന്നു സിൻഡിക്കേറ്റ് യോഗം. ഈ KS അനിൽകുമാറിനെ നേരത്തെ VC സസ്പെൻഡ് ചെയ്തെങ്കിലും ഇതിനു മുൻപ് ചേർന്ന സിൻഡിക്കേറ്റ് യോഗം ആ സസ്പെൻഷൻ പിൻവലിക്കുകയും ചെയ്തിരുന്നു. കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമായതുകൊണ്ട് തന്നെ താൽക്കാലിക രജിസ്ട്രാറായി R രശ്മിക്ക് ചുമതല നൽകുകയും ഇന്നലെ സിൻഡിക്കേറ്റ് യോഗം എടുത്തിരുന്നു. പക്ഷേ ആ യോഗശേഷം വന്ന മിനിറ്റ്സിൽ ഈ VC തിരുത്തലുകൾ വരുത്തിയെന്നതാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആരോപിക്കുന്ന കാര്യം. ഈ സിൻഡിക്കേറ്റ് യോഗത്തിലെടുത്ത തീരുമാനങ്ങളും VC ഒപ്പിട്ട മിനിറ്റ്സും രണ്ടാണ്. അതിൽ ചില കൃത്രിമത്വം വരുത്തി വ്യാജ മിനിറ്റ്സ് ഉണ്ടാക്കി എന്നതാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പ്രധാനമായും ഉന്നയിക്കുന്ന കാര്യം. ഈ VC ഒപ്പിട്ട മിനിറ്റ്സിൽ രജിസ്ട്രാർ KS അനിൽകുമാർ സസ്പെൻഡ് ചെയ്യപ്പെട്ടതായാണ് പരാമർശമുള്ളത്. പക്ഷേ സിൻഡിക്കേറ്റ് യോഗത്തിലെടുത്ത തീരുമാനം കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമായതുകൊണ്ട് KS അനിൽകുമാർ മാറി നിൽക്കുന്നുവെന്നതാണ്. അതിൽ കോടതിയിൽ നിന്ന് അനുകൂല വിധി ഉണ്ടാകുന്നതിന് വേണ്ടി മിനിറ്റ്സിൽ മാറ്റം വരുത്തി, VC മിനിറ്റ്സിൽ മാറ്റം വരുത്തി എന്നതാണ് പ്രധാനമായും സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്. മറ്റൊന്ന്, ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ താൽക്കാലിക രജിസ്ട്രാറായി R രശ്മിയെ നിയമിച്ചതിന് പിന്നാലെ തന്നെ KS അനിൽകുമാർ അവധിയിലേക്ക് പോയിട്ടുണ്ട്. ഈ മാസം 20 വരെയാണ് അവധി അപേക്ഷ നൽകിയിട്ടുള്ളത്. വ്യക്തിപരമായ കാരണങ്ങളാൽ അവധി എടുക്കുന്നുവെന്നതാണ് KS അനിൽകുമാർ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ അവധി അപേക്ഷ VC ഇതുവരെയും അംഗീകരിച്ചിട്ടില്ല. സസ്പെൻഷനിലുള്ള ആൾക്ക് എങ്ങനെ അവധിയെടുക്കാൻ കഴിയുമെന്നതാണ് VCയുടെ നിലപാട്.